ഹരി. ഹരി, ഈ പോലീസുകാർ പറയുന്നതനുസരിച്ച് അവൻ ഇന്ന് രാത്രി ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ഈ പോലീസുകാർ എന്ന മനുഷ്യർ സാർ. ഇவ்வளவு பெரிய സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ அவங்க தானே இங்க வந்து കാവൽ നിൽക്ക വേണ്ടും. അവരങ്ങനെയൊന്നും നിൽക്കില്ല ശരവണ. ചാകുന്നൊന്നും നോക്കാനൊന്നും അവർക്ക് സമയമില്ല. പിന്നെ ചത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷിക്കുകയും ചെയ്യും. അമ്മാവൻ പോയി കിടന്നു, ഞാനിവിടെ നിന്നോളാം. അകത്ത് ചെന്ന് കിടന്നിട്ട് എന്തിനാ ഉറക്കം വരുമോ? ഇന്നെന്തായാലും ഇങ്ങനെ പോട്ടെ. ഹരി സാർ, அந்த குடும்பத்துக்கு நித்யாமைக்கும் ஒரே ஒரு பிரதீஷை உங்களும் மட்டும்தான். அவரை காப்பாதுங்க சார். ശരവണ, നിത്യയെ സംരക്ഷിച്ചോളാന്ന് ഞാൻ സുജാത ആന്റിക്ക് വാക്കു കൊടുത്തിട്ടുണ്ട്. എന്റെ മരണം വരെ ഞാൻ വാക്ക് പാലിക്കും. എന്റെ ജീവൻ എടുക്കാതെ അവരെ തൊടാൻ ജീവന് പറ്റില്ല. என்ன சார்? என்னையா? என்ன சார்? என்ன? അല്ല, ആരോ ഇതുവഴി പോയതുപോലെ തോന്നി എനിക്ക്. இல்ல சார், அது பூனை. பூனை பூனை பட்டி பூனை ஏதாவது. പൂനെയാ? അല്ല ശരവണ, പൂനെ എന്നുള്ളതൊരു സ്ഥലത്തിന്റെ പേരല്ലേ? ഇല്ലേ, പൂച്ച. 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 ഏട്ടൻ പോവാടി. ആർക്കും വേണ്ടാത്ത ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? അമ്മയും നിത്യൊക്കെ വല്ലാതെ പേടിച്ചിരിക്കുക. എന്റെ മോൾ അവരെ വിളിച്ച് സമാധാനിപ്പിക്കണം. ഏട്ടനെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാവില്ലെന്ന് പറയണം. നന്നായിട്ട് ജീവിക്കണം കേട്ടോ. ഏട്ടനെ പോലെ ജീവിതം തല്ലി തകർക്കരുത്. മനു, ജ്യോതിയുടെ കാര്യം പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോൾ നീ എൻ്റെ ഒപ്പം വന്നു. ജ്യോതിക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്തു. അത് നീ ഒരു മാന്യനായതുകൊണ്ടാ. മനു വലിയൊരു പദവിയിലിരിക്കല്ലേ. അഥവാ ആരെല്ലാം എന്നെ കുറിച്ച് ചോദിച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടുപേരുടെയും വലിയ മനസ്സുണ്ടാ. എൻ്റെ അനിയത്തി ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നത്. യാത്ര പറയാതെ ഇറങ്ങുന്നത് വയറും മനസ്സും നിറഞ്ഞിട്ടാ. ഇനി ഒരു പക്ഷെ നമ്മൾ കണ്ടെന്ന് വരില്ല. എൻ്റെ അനിയത്തെ നോക്കിക്കൊള്ളണേ. പേടിക്കണ്ട കേട്ടോ, മാമനൊന്നും ചെയ്യില്ല. ഏട്ടൻ എങ്ങോട്ടാ പോകുന്നത്?
അറിയില്ല മോളെ. പോയേ പറ്റൂ. ഏട്ടന് നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങളാരും എന്നെക്കുറിച്ച് ഓർക്കണ്ട. ഏട്ടൻ ചത്തുപോയെന്ന് കരുതിയാൽ മതി കേട്ടോ. പോട്ടെ, പോവാ. ഏട്ടാ മനു, എന്റെ ദൈവമേ, ശ്വാസം നിലച്ചുപോയി. ഇതെന്ത് വരവും പോക്കുവാ. സാരമില്ല, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എന്താമ്മേ? ആ, അത് നേരമെടുത്തു. മോള് വേണമെങ്കിൽ കുറച്ചുകൂടി കിടന്നു. വേണ്ടമ്മേ, ഇന്നലെ എപ്പോഴും ഉറങ്ങിപ്പോയി. രാത്രി മുഴുവൻ അമ്മ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ആരും വന്നിട്ടില്ല. ഞാൻ ചായ ഇടാമേ. കുറച്ചു നേരം ഇവിടെ കിടക്കൂട്ടെ. എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അത് ഞാൻ എടുത്തോളാം. വേണ്ടമ്മേ. ഇവിടെ കിടന്നോളാനാ പറഞ്ഞത്.